ഹലോ, ഇൻഫ സാജിബ്സ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മലായി ചിക്കൻ ഹദ്ദിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അരക്കിലോ ചിക്കൻ, സവാള കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മല്ലിപ്പൊടി, ജീരകപ്പൊടി, കസ്തൂരിമെത്തി, പട്ട, കറാമ്പു, ഏലക്ക, ബട്ടർ, കുരുമുളക് പൊടി, ഫ്രഷ് ക്രീം, തൈര്, ഗരം മസാല, എണ്ണ, അണ്ടിപ്പരിപ്പ്. നമ്മൾ അരക്കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുവാണ്. ഉപ്പിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് വയ്ക്കണം. ഇനി ഈ ചിക്കൻ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിത് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഞാൻ 3 സവാളയാണ് എടുത്തേക്കണേ. 3 സവാള കട്ട് ചെയ്ത് വെച്ചാൽ നൈസായിട്ട് അത് അതിലേക്ക് ഇടാവേ. ഓക്കെ അല്ലേ? എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ടു. ഇനി അത് വഴറ്റി വരണം. അതിലേക്ക് കുറച്ച് ഉപ്പിടാതെ. ഉപ്പിട്ട സവാള വേഗം വഴഞ്ഞു കിട്ടും. അതുകൊണ്ട് കുറച്ച് ചിക്കനിൽ ഉപ്പിട്ടതാണ്, കുറച്ച് ഇടാറുണ്ട്. നല്ല മണം വരും ഉള്ളി മൂത്ത് കഴിയുമ്പോൾ. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടിയില്ല, മഞ്ഞൾപ്പൊടിയില്ല, കുരുമുളക് പൊടി അങ്ങനത്തെയൊക്കെയാ. പച്ചമുളക്, പച്ചമുളകാണ് ഇത്. 3-4 പച്ചമുളകുണ്ട്. എരിവിനനുസരിച്ച് ഇടാതെ. ഞങ്ങൾക്ക് എരിവ് വേണം. നമ്മൾ വീട്ടിലുള്ളവർ എരിവ് ഒഴിച്ചുന്നത്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് കൂടുതലിടുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അണ്ടിപ്പരിപ്പാണ്. 10 മിനിറ്റ് ഇടാം. നമുക്കത് ഫ്രൈ ചെയ്യാം. ഞാനൊരു 10-20 എടുത്തിട്ടുള്ളൂ. അത് മതി. ഇത് ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കണം മിക്സിയിൽ. ഇനി മിക്സിയിൽ അരച്ചെടുക്കാവേ. അരച്ചിട്ടാണ് ചേർക്കേണ്ടത്. അരച്ചു. നല്ല അരഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റി വെക്കാം അല്ലേ. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാതെ. എണ്ണയിൽ കുറച്ച് പട്ട, കറാമ്പു, ഏലക്ക ഇടുക. കറാമ്പു കുറേ ഇടരുത് കേട്ടോ. കറാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഗ്രാമ്പു,
നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അരച്ചാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെക്കാം. വെളുത്തുള്ളി കൂടുതലുള്ളത് നല്ലതാണ്. ചെയ്യാം. പച്ചപ്പ് മാറണം. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ സിമ്മിൽ വെക്കണം കേട്ടോ. ഗ്യാസ് അരച്ച് വെച്ച മിക്സിലെ കശുവണ്ടിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി അരച്ച മിക്സ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം ഗ്യാസ് ഫുള്ളിൽ വെക്കണം കേട്ടോ, സിമ്മല്ല കേട്ടോ. നല്ല മണം വരുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമുക്കത് ചിക്കനില്ലേ, നമ്മൾ കുരുമുളകും ഉപ്പും മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ ചിക്കന് ഇതിലേക്ക് എടുത്തിടണേ. ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇത് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, മസാല പൗഡർ വേണം. മസാല പൗഡർ വേണം, ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് ചപ്പാത്തീൻ്റെ കൂടി ചോറിൻ്റെ കൂടി എല്ലാം കഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് തൈര് ചേർക്കണം. കുറച്ച് തൈര്, കുറച്ച് കസ്തൂരി മേത്തി കേട്ടോ ഇടണേ. ഇതിൽ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല, കസ്തൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഇനി എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സിമ്മിലല്ല കേട്ടോ, ഫുള്ള് വയ്ക്കണേ. ഇത് നമുക്ക് ചിക്കൻ ഒരു 20 മിനിറ്റ്, 1 മണിക്കൂർ നമുക്ക് വേവിക്കാൻ വയ്ക്കണം. വെന്തിട്ടില്ലല്ലോ കേട്ടോ. വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇടാം കേട്ടോ. ബട്ടർ, എന്നിട്ട് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ചേർക്കുക. നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. നല്ല അങ്ങനെ നമ്മുടെ മലായി ചിക്കൻ ഹന്തി റെഡിയായി. നമുക്ക് അതൊന്ന് പാത്രത്തിലേക്ക് എടുക്കാവേ, സെർവ് ചെയ്യാം. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കണ്ടാലറിയാം ടേസ്റ്റ് ഉള്ളതാണ്. ഇതിന് മേലെ കുറച്ച് ഫ്രഷ് ക്രീം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മലായി ചിക്കൻ ഹന്തി റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും റൊട്ടീൻ്റെ കൂടെയും ഞാനിൻ്റെ കൂടെയെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയി അടുത്ത ദിവസം നമുക്ക് കാണാം.